ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ സേ എക്സാമിലോട്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ഇന്നടക്കമുള്ള 9 ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഡബിൾ പാസ് അല്ല അതിനപ്പുറവും നിങ്ങൾക്ക് മാർക്ക് നേടാവുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. നിങ്ങൾ അതിനകത്ത് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് ചെയ്യണം. ഇനിയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് നമുക്ക് വേണം. ഒപ്പം തന്നെ അതിനകത്ത് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ തിരക്ക് കാരണമാണ് വീഡിയോകൾ അതിനകത്ത് നമുക്ക് കുറച്ച് അതിനകത്ത് ഡിലേ വന്നത്. എന്തായാലും പറ്റുന്നതിനനുസരിച്ച് മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും നിങ്ങൾ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ മറക്കല്ലേ. ലൈക്ക്, കമന്റ് നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ. അപ്പൊ ആദ്യം ഞാനൊരു ട്രിക്ക് വെച്ചൊരു കാര്യം പറഞ്ഞുതരാം. റോസൻമണ്ട് റിഡക്ഷൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. റോസൻമണ്ട് റിഡക്ഷൻ. അപ്പം എന്താണ് ഈ റോസൻമണ്ട് റിഡക്ഷൻ? റോസൻമണ്ട് ഒരു ധനികനായിരുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും റോസൻമണ്ട് എന്താണ്, ഒരു ധനികനാണ്. ഇനി ആ റിയാക്ഷൻ മറക്കൂല നിങ്ങൾ. റോസൻമണ്ടിന്റെ വീട്ടിൽ എന്തുണ്ട്? 2 ബെൻസ് കാറുണ്ട്. അപ്പം റോസൻമണ്ടിന്റെ വീട്ടിൽ 2 ബെൻസ് കാർ ഇങ്ങനെയല്ലേ വരയ്ക്കാം. അപ്പം നമ്മൾ പണ്ട് കാറുകളൊക്കെ ഇങ്ങനെയാണല്ലോ വരച്ച് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാർ വരച്ച് വെക്കാം. നടുക്കൊരു വട്ടവും ബെൻസ് കാർ. ഒരു കാറിന്റെ ഡ്രൈവർ കോസലാണ്. അപ്പൊ ഒരു കാറിന്റെ ഡ്രൈവർ COCL, കോസൽ എന്നാണ് വായിക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാൽ മറ്റേ കാറിന്റെ ഡ്രൈവർ കോയാണ്. കോ എന്ന് പറഞ്ഞാൽ വെറും CO അല്ല കേട്ടോ. ഇവിടെ പ്രത്യേകതയുണ്ട്, CHO ആണ്. മനസ്സിലായില്ലേ? ഇനിയോ റോസൻമണ്ട് പലപ്പോഴും ചില അതിനകത്ത് കാറുകളൊക്കെ ഉണ്ടെങ്കിലും കാർ പലപ്പോഴും എവിടെയായിരിക്കും? വീട്ടിലായിരിക്കും. ഇപ്പൊ റോസൻമണ്ടിന്റെ വീട്ടിൽ കാർ വീട്ടിലാണെന്നേ. റോസൻമണ്ട് 4 നേരവും ബസ്സിലാ. അപ്പൊ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ബസ്സോ? അപ്പൊ ബസ്സോ മനസ്സിലായി. BUS BAS, ബേറിയം സൾഫേറ്റ്. 4 നേരവും ബസ്സിലാണെന്നേ റോസൻമണ്ടിന്റെ യാത്ര. രാവിലെയും രാത്രിയും വൈകിട്ടും ഉച്ചക്കും ഒക്കെ ബസ്സിലാ. ബെൻസ് കാർ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ. അത് കോസൽ ഓടിക്കുന്നു, ഓടിക്കുന്നു, അത്രയും. ഇനി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ റോസൻമണ്ടിന്റെ കൂടെ ഉള്ള ആളുകളാണ് പലേഡിയവും ഹൈഡ്രജനും. അപ്പം ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റോസൻമണ്ട് അങ്ങ് സെറ്റായില്ലേ? അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസൾട്ടുകൾ പറയാം. 5 മാർക്കുമായിട്ട് അടപടലം ഫെയിൽ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാകണമെന്ന് ഉള്ള രീതി. അങ്ങനെ വളരെ ലേറ്റ് ആയിട്ടാണ്, ഏകദേശം കുറഞ്ഞ ദിവസങ്ങളെ എക്സാമിലോട്ട് പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇവർ ജോയിൻ ആവുന്നത്. 5 മാർക്കുമായി വന്ന് 24 മാർക്കുമായിട്ട് അവര്. പിന്നീട് ഈ ഒരു പയ്യന്റെ കേസിലോട്ട് വരുമ്പോൾ 6 മാർക്കുമായിട്ടാണ് ഇവന് നമ്മുടെ ബാച്ചിലോട്ട് അതിനകത്ത് വരുന്നത്. വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആകുന്നത്. കാരണം ഇവർ ഓൾറെഡി മറ്റൊരു ബാച്ചിൽ ജോയിൻ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ക്ലാസ്സുകൾ എത്രത്തോളം എഫക്റ്റീവ് ആയില്ല എന്ന് പറഞ്ഞാണ് പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം, മെർച്ചന്റ് നേവിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവൻ ജോയിൻ ആയത്. അങ്ങനെ 6 മാർക്ക് 27 ഇവന് 27 അതിനപ്പുറവും നേടാമായിരുന്നു. പക്ഷെ ഫുട്ബോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഒരു എന്താ പറയാ, ആ ഒരു അവസാന ഘട്ടത്തിൽ സീരിയസ് ആയതുകൊണ്ടാണ് ഈ ഒരു മാർക്കിലോട്ട് എത്തിയത്. കുറച്ചുകൂടി നേരത്തെ അവൻ നന്നായി സീരിയസ് ആയി പഠിച്ചിരുന്നെങ്കിൽ ഡബിൾ പാസും അതിനപ്പുറവും നേടാമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു പയ്യൻ അഡ്ഡപടലം ഫെയിലായി വന്ന ഒരു കേസാണ്. 5ഓ 7ഓ ആയിരുന്നു 28 എത്തിയ കേസുകൾ. ഫിസിക്സും ഫെയിൽ ആയിരുന്നു, കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു. ഫിസിക്സിൽ 8 മാർക്കായിരുന്നു +1. നിങ്ങൾ ഓർക്കണം. അങ്ങനെ 28 വേണമായിരുന്നു. 28 നേടിയെന്നേ. 2 കൂടി. അതും ഇവനും ലേറ്റ് ആയിട്ടായിരുന്നു ബാച്ചിൽ ജോയിൻ ആയത്. 6 മാർക്ക് 32 ആയ കേസുകൾ. ഈ ഒരു കേസ് നിങ്ങൾക്ക് ടി മാർക്ക് നോക്കൂ. ഇവരുടെ കെമിസ്ട്രിയുടെ 9 മാർക്ക്, അതുപോലെ ബയോളജിയിലെ ടി മാർക്ക് നോക്കൂ 15 മാർക്ക്. എന്നിട്ട് ബാച്ചിൽ ജോയിൻ ആയതിനു ശേഷം നോക്കൂ ടി മാർക്ക്. കെമിസ്ട്രി 36, ബയോളജി 40 അറൗണ്ട്. ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇവര് ഫസ്റ്റ് ഇയർ 36 ഇവര് അതിനകത്ത് ഫെയിലായി. പിന്നെ അവർ സേ എഴുതാൻ നോക്കി സ്വയം, പക്ഷേ ഫെയിലായി. പിന്നീട് നമ്മുടെ ബാച്ചിൽ അപ്പൊ പിന്നെ +1 +2 എഴുതണം. +1 തന്നെ 36 കിട്ടി. +2 46 A+ അറൗണ്ട് കിട്ടി. ഫെയിലായി വന്നൊരു സ്റ്റുഡന്റ് നിങ്ങൾ നോക്കണം. ഈ ഒരു കേസ് ഇതിനകത്ത് 6 മാർക്ക് എങ്ങാണ്ടാണ് ഇവരെ കെമിസ്ട്രിയിലെ ടി മാർക്ക്. പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. ഇതും ഒരു അവർ ഫെയിലായി. വീണ്ടും സേ തനിയെ എഴുതാൻ നോക്കി. അതിനകത്ത് സേ തനിയല്ല, അവർ സേ വേറെ എവിടെയോ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ അവർ വീണ്ടും ഫെയിലായി. പിന്നീട് നമ്മുടെ ബാച്ചിൽ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ട് ജോയിൻ ആയി. കണ്ടോ അവരുടെ ടി മാർക്ക് 35 അവർക്ക് കെമിസ്ട്രിയിൽ പിന്നീട് ലഭിച്ചത്. അതുപോലെ 9, 31 ആയ കേസുകൾ. ഇത് ഫിസിക്സിൽ 40 അറൗണ്ട് മാർക്ക് വാങ്ങിയ കേസുകൾ. ഇത് കെമിസ്ട്രിയിൽ 30 അറൗണ്ട്. അതുപോലെ 28, 10, 28, 14, 32 അങ്ങനെ ഒത്തിരി കേസുകൾ. ഇത് ബയോളജിയും മാത്സും ഫെയിലായ ഒരു കേസ്. ഇത് ഈ ഒരു പയ്യൻ നമ്മുടെ ബാച്ചിൽ ഇതിനകത്തുള്ള റിസൾട്ട് ആണ്. +1 മിനിമം 3 4 A+ എന്ന് പറഞ്ഞാൽ SSLC ഇപ്പൊ ഈ വർഷം കുറച്ച് A+ കുറവാണെങ്കിലും മുൻ വർഷങ്ങളൊക്കെ നല്ല വാരിക്കൂരി A+ കൊടുത്ത സമയമാണ്. അന്ന് 3 4 A+ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഈ ഒരു 3 4 A+ മിനിമം A+ ആണ്. എന്നിട്ട് പോലും അവന്റെ ഫിസിക്സിൽ A+, അവന്റെ കെമിസ്ട്രിയിൽ അവന് അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്. കണ്ടോ,
മാത്സ് 7 സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. മാത്സ് 7 നമ്മുടെ സ്കൂളിലൊന്നും അവർക്ക് മാത്സ് ഇല്ല, അവരും ലാബ് റിലേറ്റഡ് VHSC സ്ട്രീം ആയിരുന്നു. പിന്നെ അതിനകത്ത് ചുമ്മാ അല്ല എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ വന്നാലോ എന്ന് വിചാരിച്ച് സൈഡായിട്ട് പഠിച്ചതാണ് മാത്സ്. എന്നിട്ട് പോലും കണ്ടോ 45. അതുപോലെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചെയ്യാനുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേ അതിനകത്ത് പുതുതായി ജോയിൻ ആവുന്നവർക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇനിയും ഇപ്പൊ നമ്മുടെ ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾ മുന്നേ കാണാത്ത ലൈവ് ക്ലാസ്സുകളൊക്കെ ആപ്പിൽ ഓൾറെഡി റെക്കോർഡറാണ്. അത് നിങ്ങൾക്ക് ഇരുന്നങ്ങ് കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയും, അതിനകത്ത് ആ ക്വസ്റ്റ്യനുകൾ കാര്യങ്ങളൊക്കെ പറയും, അത് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ അതിനകത്ത് അപ്പൊ ആപ്പിൽ റെക്കോർഡറായിട്ട് സെഷൻസ് ഉണ്ട്, ഒപ്പം ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാം, ലൈവ് ആപ്പിൽ റെക്കോർഡായിട്ട് വരും. അപ്പൊ അതും കാണാം. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വീണ്ടും അത് കണ്ടു പഠിക്കാം. അപ്പൊ ഇതാണ് എന്റെ നമ്പർ, കോൺടാക്ട് ചെയ്യാൻ 77 36 70 70 45. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എഫേർട്ട് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഡബിൾ പാസിൽ അതിനപ്പുറവും നേടാമെന്നേ. ഹൗ വിൽ യു ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി? ഇത് അറേനിയസിന്റെ ഗ്രാഫാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ഞാൻ പറയാം, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൈനറ്റിക്സ് മസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റനുകളും ഇതിനകത്ത് ചെയ്യണം. കാരണം അതൊരു ഈസി ചാപ്റ്റർ ആണ്. കോർഡിനേഷൻ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കണം, ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. ഒപ്പം തന്നെ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, ഡി ബ്ലോക്ക്, ബയോമോളിക്യൂൾ എല്ലാം ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓർഗാനിക്കിൽ എന്ത് ചെയ്യാം, എല്ലാം ഇതിനകത്ത് ഇത് മാത്രം പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു പ്രത്യേക നിങ്ങൾ എന്ത് ചെയ്യണം, ചില ചാപ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ നന്നായി പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ആദ്യം ഇമ്പോർട്ടന്റ് പഠിക്കുക, പിന്നെ സമയമുണ്ടെങ്കിൽ ബാക്കി കൂടി പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ എന്തായാലും ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഈ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അതിനകത്ത് വീഡിയോസ് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് അറേനിയസിന്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഇക്വേഷനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ എന്താണ്? രണ്ട് ടൈപ്പ്. അറേനിയസിന്റെ ഇക്വേഷൻ K = AE⁻⁻RT. ആക്ടിവേഷൻ എനർജി കാണാനാണ് ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ ആണ്. അങ്ങനെ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. പ്രീവിയസ് വന്ന ക്വസ്റ്റനുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അറേനിയസിന്റെ ഗ്രാഫിന്റെ LNK 1/T ഗ്രാഫ് ഉണ്ട്. അതുപോലെ അറേനിയസിന്റെ ഇനി മറ്റൊരു ഗ്രാഫ് log K 1/T ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് സ്ലോപ്പിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ലോഗരിതമിക് ഫോം എഴുതാനാണ്. അപ്പൊ ഈ ഗ്രാഫ് ചോദിച്ചാലുള്ള ലോഗരിതമിക് ഫോം അല്ല ഈ ഗ്രാഫിൽ എഴുതാനുള്ളത്. ഇത് രണ്ട് ഗ്രാഫിലും ലോഗരിതമിക് ഫോമും സ്ലോപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇനി ഇത് പഠിക്കണം എന്നുള്ളവർക്ക് ഇതിനകത്തെ മറ്റൊരു ക്വസ്റ്റൻ ഇതാണ്. ഇതിന് ഇമ്പോർട്ടന്റ് കൈനറ്റിക്സിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇത് കൈനറ്റിക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2020 വന്നൊരു ന്യൂമറിക്കലാണ്. അതുപോലെ ഒരുപാട് തവണ ചോദിച്ചൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ അതിനകത്ത് ചെയ്തില്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റെപ്പിന് അതിലെ ഇക്വേഷൻ അതിന്റെ സംഭവങ്ങൾ എടുത്തെഴുതി മനസ്സിലാക്കി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ മാർക്കുണ്ട്. അപ്പൊ അങ്ങനെ 1/2 മാർക്ക് 1 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങളുടെ മാർക്ക് മുന്നോട്ട് പോകും. മനസ്സിലാക്കുക, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു ഇപ്പം ചെയ്ത ക്വസ്റ്റ്യനുകൾ ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക്. അതിനകത്ത് ഇനിയിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ആക്കി തന്നെ നിങ്ങൾക്ക് ചെയ്യണം, ഇതിന്റെ പ്രോബ്ലം ചെയ്യണം, ന്യൂമറിക്കൽ വേണം എന്നുള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആക്കി തന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ എന്തായാലും അതിനകത്ത് ഈ ഒരു വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പം ഇതിന്റെ സൊല്യൂഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കോളും. ഞാൻ ഇതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഒപ്പം അതിനകത്ത് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോഗരിതമിക് ഫോം, അറേനിയസിന്റെ ഇക്വേഷൻ കാര്യങ്ങളെല്ലാം 77 36 70 70 45 ആണ്. പിന്നെ നല്ല സപ്പോർട്ട് നമ്മൾ മറക്കരുത്. നമ്മുടെ കുറഞ്ഞ സമയത്തിനിടയിൽ ആണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കണം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ഏതാണ് നിങ്ങൾക്ക് അതിനകത്ത് കമന്റ് ചെയ്യൂ. മറ്റ് ചാപ്റ്റേഴ്സ് സബ്ജക്റ്റുകൾ ഞാൻ എന്റെ സമയത്തിനനുസരിച്ച് രാത്രിയൊക്കെ ഇരുന്നായിരിക്കും പലപ്പോഴും വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ടിലേക്ക് കമന്റ് ഷെയർ മറക്കല്ലേ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.